ഒരു പ്രത്യേക വിഭാഗത്തിനായി നരേറ്റീവ് സൃഷ്ടിക്കുന്ന ഒരു ചാനലിന്റെ അടുപ്പുകൂട്ടി ചർച്ചയിൽ മഹാനടൻ മമ്മൂട്ടിക്ക് കിട്ടിയ ഒരു കോംപ്ലിമെന്റ് ഉണ്ട്. അദ്ദേഹം മഹാനായ നടനൊക്കെ തന്നെയാണ്, അവാർഡ് അർഹിക്കുന്നു. പക്ഷേ അടുത്തിടെയായി അദ്ദേഹം ചില അധികാര കേന്ദ്രങ്ങളുമായി അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമല്ലേ ഈ ദേശീയ അവാർഡ് എന്ന കോംപ്ലിമെന്റ് കൊടുത്ത നാടാണിത്. മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടുമ്പോൾ പോലും അത് അദ്ദേഹത്തിന്റെ നടന മികവിനുള്ള അംഗീകാരമായിട്ടല്ല, അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗവുമായി മറ്റൊരു വിഭാഗവുമായി ചേർന്ന് നിന്നിരുന്നുണ്ടെങ്കിൽ ഈ അവാർഡിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ പ്രജിത്ത് പറഞ്ഞു വെച്ച ആ ഒരു ഇക്കോസിസ്റ്റത്തിന്റെയും നറേറ്റീവിന്റെയും മറുവശം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. ഗൗതം, നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ഉള്ളത്. ഇത് അങ്ങ് അടിച്ചേൽപ്പിക്കുകയാണ് ചില കാര്യങ്ങൾ, ചില ധാരണകൾ, ചില വ്യൂ, ചില വീക്ഷണങ്ങൾ. ഇങ്ങനെ മതി, ഇങ്ങനെ അല്ലാതെ പറയരുത്, ഇങ്ങനെ അല്ലാതെ പറഞ്ഞാൽ സമ്മതിക്കില്ല എന്നൊരു ഒരു കോളനിവൽക്കരണം കൂടി നടക്കുന്നില്ല ഇതിനകത്ത്? ഉറപ്പായിട്ടും ഉണ്ട്. അതിപ്പോൾ നമ്മളിപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടാൽ തന്നെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ടി.പി. ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന്റെ കഥ പറയുന്ന സിനിമ, അത് വലിയ തോതിൽ കേരളത്തിൽ പ്രശ്നങ്ങളായിരുന്നല്ലോ. തിയേറ്ററുകളിൽ പോയി പ്രശ്നം ഉണ്ടാക്കുക. അതെന്തിനാണ്? ഇടതുപക്ഷമാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടിച്ച ആൾക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാത്തടത്തും വേണ്ടാത്തടത്തും ഒക്കെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം പറയുന്നത് ഈ ഇടതുപക്ഷക്കാരാണ്. അവരെന്തിനാണ് ടി.പി. ചന്ദ്രശേഖരനെ 51 കഷ്ണമായിട്ട് വെട്ടി എന്നതിനെ ഒരു സിനിമയാക്കി ചിത്രീകരിക്കുന്ന ഒരു വിഷയത്തിൽ അവരെന്തിനാണ് ഹാലിളകുന്നത്? അല്ലെങ്കിൽ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ പ്രദർശിപ്പിക്കാൻ അനുവദിക്കത്തില്ല. അത് തിയേറ്ററിനകത്ത് കയറിയിട്ട് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്പൂപ്പനെ അമ്മൂമ്മയൊക്കെ ഇറക്കി വിടുകയാണ്. ഇവർക്ക് നാണോ മാനോ ഉണ്ടോ? അത് ലോകത്ത് വേറൊരു സ്ഥലത്ത് ഞാനിങ്ങനെ ഒരു സീൻ കണ്ടിട്ടില്ല. കേരള സ്റ്റോറി അവർ കാണുന്നതിന് ഇവർക്കെന്താ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറ്റി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ട്യൂഷൻ എടുക്കുന്ന ആളുകൾ, വൃദ്ധന്മാരായ പ്രായമായ ആളുകളെ കേരള സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുന്ന തിയേറ്ററിനകത്ത് കയറിയിട്ട് തിണ്ണമെടുക്കുക കാണിക്കുകയാണ്, അവരെ ഇറക്കി വിടുകയാണ്. ഇത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതേസമയം തന്നെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലുള്ള എത്രയോ സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. ഹിന്ദു ആചാര പദ്ധതികളെ രൂക്ഷമായി വിമർശിക്കുന്ന സിനിമകൾ ഇവിടെ വന്നിട്ടുണ്ട്. ആരും തിയേറ്റർ കത്തിച്ചിട്ടില്ല. ഹുസൈന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം ഓർമ്മയില്ല? പിന്നെ അതെന്തൊരു സംരക്ഷണമായിരുന്നു അദ്ദേഹത്തിന്. അതാണ് പറഞ്ഞത്. ഈ ഹിന്ദു ദൈവങ്ങളെ ഇങ്ങനെ മോശമായി വൾഗറായി ചിത്രീകരിച്ചതിനെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ എം.എഫ്. ഹുസൈൻ എന്ന മഹാന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. തിരിച്ച് കേരള സ്റ്റോറി എഴുതിയപ്പോ കേരള സ്റ്റോറി ഫാക്ട് ബേസ്ഡ് ആണ്. നിങ്ങൾ എണ്ണത്തിൽ തർക്കിച്ചോ? ഇത് സംഭവിച്ചില്ലേ ഇവിടെ? ഇന്നും കിടക്കല്ലേ പുറത്ത്. ഇപ്പം അത് കൂട്ടി വായിക്കുമ്പോൾ ഇപ്പം തസ്ലീമ നസ്രീൻ പശ്ചിമ ബംഗാളിലേക്ക് തിരിച്ചു പോവാണ്. അപ്പോൾ തസ്ലീമ നസ്രീൻ എന്തിനാണ് മുൻപ് ബംഗാളിൽ നിന്ന് ഡൽഹിക്ക് വരേണ്ടി വന്നത്? അത് ഇടതുപക്ഷം പശ്ചിമ ബംഗാൾ ഭരിക്കുമ്പോൾ തസ്ലീമയ്ക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, അവരെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പം ബംഗ്ലാദേശിലെ ചില യാഥാർത്ഥ്യങ്ങൾ അവരൊരു പുസ്തകമാക്കി പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ, ഓക്കെ അതൊരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ്, ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക് കൺട്രിയാണ്, അവിടുന്ന് തസ്ലീമയ്ക്ക് ജീവനം കൊണ്ട് ഓടേണ്ടി വന്നു. അവർ ഭാരതത്തിലെത്തിയപ്പോൾ ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന പശ്ചിമ ബംഗാളിൽ അന്ന് ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ ഭരണമാണ്. അപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല, അവർ നേരെ ഡൽഹിക്ക് പോയി. ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയൊക്കെ ഭരണം മാറി ബംഗാളിൽ ബി.ജെ.പിയുടെ സർക്കാർ വരുമ്പോൾ തസ്ലീമ തിരിച്ചവിടേക്ക് പോവാണ്. കേരളത്തിൽ വാർത്തയല്ല, കേരളത്തിൽ അതൊന്നും ആരും അറിയുന്നേയില്ല. അപ്പോൾ എന്തുകൊണ്ടാണത്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെപ്പറ്റി ഇങ്ങനെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ പറയുന്ന ആളുകൾക്ക് ഈ വാക്ക് ഉച്ചരിക്കുവാനുള്ള അവകാശം പോലും ഇല്ല. പാവം പേർലിമാണി ഇപ്പം നിലപാട് തിരുത്തി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ പോകുന്നുണ്ട്. അവർക്ക് തിരുത്തേണ്ട വരും പല കാര്യത്തിലും. കാരണം അവർ കേരളത്തിൽ അവർക്ക് ജീവിച്ചു പോകണമെങ്കിൽ അവർക്ക് ഇനിയിപ്പോൾ പല നിലപാടുകളും തിരുത്തേണ്ടി വരും. എന്തായാലും സമയക്കുറവ് മൂലം ഈ ഇന്നത്തെ എഡിഷൻ ഇവിടെ സമാപിക്കുകയാണ്. പേർലിമാണി ഒന്നുകൂടി പറഞ്ഞിരുന്നു കേട്ടോ. I saw heartbreaking images and videos of clashes in which students and officers were hurt. ഹൃദയം നുറുങ്ങുന്ന കാഴ്ച കണ്ടു. ഈ സംഘട്ടനത്തിൽ, ഈ സംഘർഷത്തിൽ കുട്ടികൾക്കും ഉദ്യോഗസ്ഥർക്കും പരിക്കേൽക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. അത് കണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നതെന്ന് പറഞ്ഞ പേർലിമാണിക്ക് വന്ന ഒരു കമന്റ്, ഹോപ്പ് യുവർ 2 kids are safe എന്നാണ്. ഏത് ഭാഷയാണത്? ഏത് ഭീകരന്റെ ഭാഷയാണ്? നിങ്ങൾ 2 കുട്ടികളും സുരക്ഷിതമായി ഇരിക്കുന്നോ എന്ന് ഹിന്ദി സിനിമയിലെ വില്ലൻ ചോദിക്കുന്ന പോലെ കുട്ടികൾ വീട്ടിലുണ്ടല്ലോ എന്ന്. ഇതാണ് അവസ്ഥ, ഇതാണ് ഭാഷ, ഇതാണ് സംസ്കാരം. ഇനി പ്രിയപ്പെട്ട പ്രേക്ഷകർ വിലയിരുത്തൂ.